ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതും കൂടി നോക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിജി കാർഡിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ടാബ് എടുക്കുക. മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം, അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ റിട്ടേണിംഗ് കസ്റ്റമർ എന്ന് പറയുന്നതിൽ ആരാണോ സ്പോൺസർ ആയിട്ടുള്ളത് ആ ആളുടെ IQ നമ്പറിൽ കയറണം. കാരണം അവരുടെ സ്പോൺസർഷിപ്പിലാണെന്നുണ്ടെങ്കിൽ അവരിൽ കയറിയിട്ട് ഏത് സൈഡിലാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടേക്ക് കൃത്യമായിട്ട് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ആക്സസ് മൈ ബാക്ക് ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് ഒരു 3-4 ലൈൻ കാണാം. അതിലൊന്ന് ടച്ച് ചെയ്യുക. അതിനുശേഷം ഡൗൺലൈൻ ഗ്രാഫിക്കൽ വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടെ നമ്മൾ ഡൗൺലൈൻ ഗ്രാഫിക്കൽ വ്യൂ എന്ന് പറയുന്നതിൽ എടുത്തിട്ട് ജിനിയോളജി ട്രീ അതിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ജിനിയോളജി ട്രീ കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മൾ ഇപ്പോൾ നമ്മളുടെ ഏത് വിങ്ങിലാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ അവിടേക്കൊന്ന് എത്താനായിട്ടൊന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അതിൽ ഏത് സൈഡിലാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ 2 ചാനലിലായിട്ടാണ് നമ്മുടെ പ്ലേസ്മെൻറ്റുകൾ നടക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു IQ നമ്പറിൽ കയറിയിട്ട് അതിൽ ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ആഷ് കളറിൽ നിൽക്കുന്ന ബട്ടൺ ഇപ്പോൾ നമ്മൾ പ്ലസ് അതിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ഗ്രീൻ കളറിലായിട്ട് കാണിക്കും. അപ്പോൾ നമ്മളിവിടെ ഫിജി കാർഡ് പാർട്ട്ണർ സ്റ്റോറാണ് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പോകുന്നത്. അപ്പോൾ നമ്മളതിന് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇവിടെ കാണാം സ്പോൺസറുടെ ഇൻഫർമേഷൻ, സ്പോൺസറുടെ യൂസർ നെയിം, അതുപോലെ തന്നെ ഏത് സൈഡിലാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ സ്പോൺസർ നെയിം എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അവിടെ നമ്മൾ ആരാണ് സ്പോൺസർ എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള പേരൊക്കെ കാണാം. ശ്രദ്ധിക്കേണ്ടതുണ്ട് അതവിടെ നമ്മൾ തന്നെയാണോ, അതായത് കറക്റ്റായിട്ടുള്ള സ്പോൺസറുടെ പേരിൽ തന്നെയാണോ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റെപ്പാണിത്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സെലക്റ്റഡ് കസ്റ്റമർ ടൈപ്പ് ഫിജി കാർഡ് പാർട്ട്ണർ സ്റ്റോർ. ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല, കണ്ടിന്യൂ കൊടുക്കാം. അതിനുശേഷം വരുന്ന സെക്ഷനാണ് നമ്മളുടെ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ മെയിൽ ID കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ മെയിൽ ID തെറ്റാതെ നമ്മൾക്ക് നമ്മളുടെ മെയിൽ ID കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മെയിൽ ID കൊടുത്തു. അതുപോലെ തന്നെ നമ്മളുടെ ഒരു പാസ്വേഡ്, എപ്പോഴും നമ്മൾ ഒരു പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാസ്വേഡ്, അത് നമ്മൾ ഒരു പാറ്റേൺ നമ്മൾക്കറിയാമല്ലോ, കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡ് നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡിൽ തന്നെ അടിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു പാസ്വേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തത് എന്താണോ അത് തന്നെയായിരിക്കണം നമ്മൾ എന്താ പറയുക അടിയിലും അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതേ പാസ്വേഡിൽ തന്നെ കൺഫേം പാസ്വേഡ് എന്ന് പറയുന്ന കോളത്തിൽ അടിച്ചു കൊടുത്തിട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് ഇപ്പോൾ എന്താണ് രാജി എന്നാണെങ്കിൽ രാജി എന്ന് കൊടുത്ത്, സെക്കൻഡ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്ന് പറയുന്നതിൽ ദാസ് എന്ന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, മൊബൈൽ നമ്പർ എന്ന് പറയുന്നതിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ജെൻഡർ എന്ന് പറയുന്നതിൽ നമ്മൾ മെയിലാണെങ്കിൽ മെയിൽ, എന്താ പറയുക ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ, അതായത് സ്ത്രീകളുടെ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഫീമെയിലിന് കൊടുക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ നമ്മൾ മെയിലിന് കൊടുത്തിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നിടത്ത് നമ്മൾ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഉള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അത് ഫോർമാറ്റ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടി വരുന്നുണ്ടാവുക. നമ്മളിപ്പോൾ പറയില്ലേ 2000 എന്ന് പറയുന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്ന് വിചാരിക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2000, അതുപോലെ തന്നെ 11 നവംബർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുന്നത് 5-ാം തീയതി ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് 5 നവംബർ എന്നുള്ളത്, അതായത് 5 ഇവിടെ വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ അതാണ് ആ ഡേറ്റ്. അപ്പോൾ നമ്മളത് ആ ഒരു ഫോർമാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതല്ലെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ഡേറ്റിനെ കാണിക്കുന്ന ഒരു വിൻഡോ വരും, അതിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. അത് 5-ഓ 6-ഓ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താൽ നമ്മൾക്കത് കൃത്യമായിട്ട് അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 5 ആണെങ്കിൽ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സിൽ നമ്മൾ നമ്മുടെ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കാം. അതിൽ നമ്മൾ
ഫുൾ അഡ്രസ്സ് അല്ലേ. ഇപ്പം നമ്മുടെ ഹൗസിൻ്റെ നെയിം, അതുപോലെ തന്നെ നമ്മളുടെ ലൊക്കേഷൻ നമ്മൾ പറയില്ലേ നിയർ എന്ന് പറഞ്ഞിട്ട് പറയണതുണ്ടെങ്കിൽ, പോസ്റ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ, പിൻകോഡ് ഉണ്ടെങ്കിൽ, എല്ലാ ഡീറ്റെയിൽസും നമുക്കതിൽ കൃത്യമായിട്ട് കൊടുക്കാം. അഡ്രസ് 2-ലാണെന്നുണ്ടെങ്കിൽ അത് അല്ലേ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അഡ്രസ് 1-ൽ കൊടുത്തതിൽ ബാലൻസ് ഉള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അഡ്രസ് 2-ലും കൊടുക്കാം. അതുപോലെ തന്നെ സിപ്പ് കോഡ് എന്ന് പറയുന്നതിലും നമ്മൾ തെറ്റാണ്ട് നമ്മുടെ പോസ്റ്റൽ കോഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ആധാർ കാർഡ് നമ്പർ, നമുക്കറിയാം 12 അക്ക ആധാർ കാർഡ് നമ്പർ നമ്മളിവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ള ആധാർ കാർഡ് നമ്പർ കൊടുക്കുക. പാൻ കാർഡ് നമ്പർ മിക്കവാറും ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ, നമ്മളുടെ ലെറ്റേഴ്സിൻ്റെയും നമ്പേഴ്സിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ആ ഒരു കോമ്പിനേഷനിലുള്ള നമ്പറിനെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതിൽ തെറ്റ് പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 0യും ഓയും തമ്മിൽ നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരുടെ കോപ്പി കൂടെ വാങ്ങിച്ചിട്ട് അത് കൃത്യമായിട്ട് ഓയും 0യും ഒക്കെ കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് കൊടുക്കാനായിട്ടുള്ളത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എടുത്ത് പറയാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പാൻ കാർഡ് കൊടുക്കുക. പിന്നെ ഇനി പാൻ കാർഡ് കൊടുക്കാനില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് പാൻ കാർഡ് കൊടുക്കാതെയും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പാൻ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ബോണസ് റിലീസ് ആവില്ല എന്നുള്ളത്. അവിടെ അത് നമ്മൾ വായിച്ചു എന്നുള്ളതിനുള്ള ഒരു പ്രൂഫാണ് അവിടെ ആ ഒരു ടിക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കൺട്രിയിൽ ഇന്ത്യ നമുക്കവിടെ ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ടാകും. അതിൽ നമ്മളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കോ അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. കോ അപ്ലിക്കൻ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ നോമിനിയുടെ പേര് വയ്ക്കുക, നോമിനി ആരാണെന്നുള്ളത്, നമ്മുടെ റിലേഷൻ എന്താണെന്നുള്ളത് അത് നമ്മളിപ്പോൾ ഹസ്ബൻഡ് എന്നാണെങ്കിൽ ഹസ്ബൻഡ് എന്ന് കൊടുക്കുക റിലേഷനിൽ. അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ ഒന്നും നമുക്ക് വേണ്ട, ജെൻഡർ മെയിൽ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇമെയിൽ നിർബന്ധമില്ല, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ആ ഒരു നമ്പർ ഒരു 10 ഡിജിറ്റ് നമ്പറാണ് അല്ലേ, ആ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക്, ഇപ്പോൾ SBI ആണെങ്കിൽ കൃത്യമായിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് തന്നെ കൊടുക്കണം കേട്ടോ. ഞാനത് ഇവിടെ ഡീറ്റെയിൽ ചെയ്ത് എഴുതുന്നില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ അക്കൗണ്ട് നെയിം എന്താണ് നമ്മളുടെ അക്കൗണ്ട് നെയിം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാജി ദാസ് എന്നാണെങ്കിൽ അത് തന്നെ കൃത്യമായിട്ട് കൊടുക്കണം. അക്കൗണ്ട് നമ്പർ ബാങ്ക് പാസ്ബുക്കിൽ എന്താണോ ഉള്ളത്, അക്കൗണ്ട് നെയിം അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ ബ്രാഞ്ച്, ഇപ്പോൾ നമ്മളുടെ ബ്രാഞ്ച് ഇപ്പോൾ തൃശ്ശൂർ ബ്രാഞ്ച് ആണെങ്കിൽ തൃശ്ശൂർ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് നമ്പർ നമ്മൾ 0 ഫ്രണ്ടിൽ 0 കൂടിയിട്ടാണ് അക്കൗണ്ട് നമ്പർ എന്നുണ്ടെങ്കിൽ അതടക്കം വെച്ചിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഒരു ചിലരുടേതെന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയിട്ടുള്ളതായിരിക്കും, ചിലരുടേതെന്ന് പറയുന്നത് ചിലപ്പോൾ അത്ര ലെങ്ത് ഉണ്ടാവില്ല. എന്ത് തന്നെയാണെങ്കിലും അക്കൗണ്ട് നമ്പർ കൃത്യമായിട്ട് കൊടുക്കാം. IFSC കോഡും അതെ. ഇനിയിപ്പോൾ IFSC കോഡ് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. IFSC നമ്പർ, IFSC കോഡ് ആ ഒരു ബ്രാഞ്ചും ആ ഒരു ബാങ്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് IFSC കോഡ് കിട്ടും. ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെങ്കിൽ SBIN എന്ന് പറഞ്ഞിട്ട് ഒരു 00 അങ്ങനെ പറഞ്ഞിട്ട് ഒരു നമ്പർ ആയിരിക്കും. അതല്ല ഏത് ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള IFSC കോഡ് തെറ്റാതെ കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ അപ്ലോഡ് ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, ഇല്ലാതെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ എന്താണ് അവിടെ ഒരു ടിക്ക് ഉണ്ട്. ഞാൻ ഇവിടെ ഇൻസ്ട്രക്ഷൻസൊക്കെ വായിച്ചു എന്നുള്ള ഒരു ചെക്കാണ്. അപ്പോൾ നമ്മളത് ടിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇൻസ്ട്രക്ഷൻസൊക്കെ അവിടെ പോപ്പപ്പ് ചെയ്ത് വരും. നമുക്ക് നോക്കാം. കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിലാണ് നമുക്കവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു എൻ്റെ മെയിൽ ഐ ഡി വെച്ചിട്ട് ഓൾറെഡി ഇതിൽ രജിസ്ട്രേഷൻ ഉള്ളത് കൊണ്ട് നമുക്കത് സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഞാനിവിടെ വേറൊരു മെയിൽ ഐ ഡി കൊടുക്കുകയാണ്. നമ്മളതിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്നില്ല, കാരണം അത് കൺഫേം രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു മെസ്സേജും കൂടെ ഞാൻ കാണിക്കാം. മെസ്സേജ് അതായത് നമുക്കിവിടെ നമ്മളുടെ ആ ഒരു പുതിയ യൂസർ നെയിം എന്താണെന്നുള്ളത്, ആ ഒരു നമ്പർ, അതുപോലെ തന്നെ യുവർ ന്യൂ അക്കൗണ്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് വരും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ രജിസ്ട്രേഷൻ